നിങ്ങൾക്കത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഹലോ എവ്രി വൺ, ദിസ് ഇസ് റോഷി ഹിയർ ആൻഡ് ഗുഡ് മോർണിംഗ്. നമ്മുടെ വേറും വർഷിച്ചേച്ചി പറയുന്നത് പോലെ രാവിലെ ഉറക്കെ എണീറ്റ് കെട്ടിവെക്കുന്ന മുടിയാണിത്. ബട്ട് എല്ലാവർക്കും ആ മുടി ഒരുങ്ങുന്നത് വരെ അത് അവിടെ തന്നെ ഉണ്ടാവും. ബട്ട് എന്റെ മുടി അത് പിന്നെ ഓരോ മണിക്കൂർ വെച്ചും കെട്ടഴിയും. എന്നാലും അത് ഞാൻ കെട്ടിവെക്കും. എല്ലാവരുടെ കേസും ഞാൻ പറയുന്നില്ല, എന്റെ ആണ്. പിന്നെ ഇന്ന് ബാൽക്കണി എന്ന് പറഞ്ഞു കാണിക്കാൻ ഇവിടെ ഒന്നുമില്ല. റൂമിൽ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. ഇതിന്റെ ഒന്നും പേരറിയില്ല. ഇത് റൂംമേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് ഇവിടെ തോട്ടുനിന്ന് കുറച്ചതാണ്. പിന്നെ വേറൊന്നുണ്ട്, പീസ് ലില്ലി. അതിന് ഓക്സിജൻ പ്ലാന്റ് എന്നും കൂടി വിളിക്കും കേട്ടോ. കാരണം ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ കാർബൺ ഡയോക്സൈഡ് ആണ് പുറത്തുവിടുന്നതെങ്കിൽ ഇത് ഓക്സിജൻ ആണ്. റൂമിലൊക്കെ വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഓക്സിജൻ മാത്രം പോരല്ലോ, നമുക്കടുത്ത് മുട്ട കൂടി വെക്കാം. കാരണം രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, 2 മുട്ട വെച്ച് പിഴുങ്ങാം. കുറച്ച് പ്രോട്ടീനും കൂടി ആവട്ടെ അല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് റൂമിൽ തന്നെ വെക്കാം. കാരണം ബാക്കി ഗ്യാസിലൊക്കെ ചോറൊക്കെ ഉണ്ട്. സോ ഇതിൽ നമുക്ക് കെറ്റിൽ തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് സോറി ഗൈസ്, പല്ല് തേക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ മുഖം കഴുകാം. നമുക്ക് ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകാം. ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡംടോക്കിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ഞാൻ മേടിച്ചിട്ട് അതൊരു 3 month ആയി. കുഴപ്പമില്ല. മുഖത്ത് അത്യാവശ്യം കുരുക്കളുണ്ടായിരുന്നു, അത് പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇത് വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് മുഖം ഞാനിങ്ങനെ തേച്ച് കഴുകുന്നത് പോലെ. ആക്ച്വലി ഞാൻ അങ്ങനെ എല്ലാ മുഖം കഴുകുന്നത് ഇത് സ്പീഡാക്കിയോണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ആരും ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അത് നമ്മുടെ മുഖത്തൊന്ന് കേടാണ്. രാവിലെ എണീറ്റ് ഈ ഒരു മുഖം കഴുകി കഴിഞ്ഞാൽ കിട്ടുന്ന ആശ്വാസമില്ല. നമ്മുടെ ആ ഒരു ഉറക്ക ക്ഷീണവും എല്ലാം മാറും ഇതിൽ തന്നെ. ഇനി നമ്മുടെ മുട്ട എന്തായാലും നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ എണീറ്റ് മുട്ട വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഓക്കെ, ഞാൻ ഈ ബ്ലാക്ക് ടോപ്പാണ് എടുക്കുന്നതെങ്കിലും ഇതെല്ലാം അവസാനം ഇടുന്നത് ട്വിസ്റ്റ് ഉണ്ട്. എനിക്ക് അവസാനം നിമിഷം ഓർമ്മ വന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ടോപ്പ് മൊത്തം ചേഞ്ച് ചെയ്യുവാണ് ഇപ്പോഴേ പറയുന്നത്. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി സെറം ആണ്. ഫോക്സ്റ്റൈലിന്റെ സെറം ആണ്. ഞാൻ ഇപ്പോൾ 1 month ആയുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് റിവ്യൂ തരാൻ വേണ്ടിയിട്ടായിട്ടില്ല. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ 3 month വരെ യൂസ് ചെയ്തിട്ടേ അതിന്റെ റിവ്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ, അത് നല്ലതാണോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ 3 month എങ്കിലും യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും അത് കഴുത്തിലും കൂടി ഇടാൻ നോക്കുക. കാരണം നമ്മളിപ്പോ ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്തു, ആ സെറം യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ മാത്രമാണെങ്കിൽ ബ്രൈറ്റനിങ് ചെയ്യുന്നതാണെങ്കിൽ കഴുത്ത് പിന്നെ കറുത്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും അത് കഴുത്തിനും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ഈ സെറം യൂസ് ചെയ്തതിനു ശേഷം ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഈ മോളിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തത്. ഞാൻ ലൈഫില് ഇതുവരെ യൂസ് ചെയ്ത മോയ്സ്ചറൈസറിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം ആണ് ഇത്. അത്യാവശ്യം ബ്രൈറ്റനിങ് ചെയ്യുന്നുണ്ട്. നമ്മളെ ലിപ്പൊക്കെ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ കറുത്തിരുണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നൈറ്റും മോർണിംഗും കൂടി യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഞാൻ നൈറ്റ് കുറച്ച് മടിച്ച് ആയതുകൊണ്ടാണ് നൈറ്റ് യൂസ് ചെയ്യാറില്ല. ഞാൻ അതുകൊണ്ട് രാവിലെ മാത്രം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിനെ തന്നെ സൺസ്ക്രീൻ ആണ്. വിറ്റാമിൻ സി സൺസ്ക്രീൻ ആണ്. ഞാൻ ബൈ 1 get 1 ആണ് മേടിച്ചത്. ഒരു സൺസ്ക്രീനും പിന്നെ നേരത്തെ കാണിച്ച സെറവും കൂടി ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. സൺസ്ക്രീൻ സൂപ്പർ സൺസ്ക്രീൻ ആണ്. അതിപ്പോൾ എനിക്ക് ക്യാമറയിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ബോധ്യം. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ കണ്ണാടി നോക്കി മാറ്റുമ്പോഴുണ്ടായിരുന്ന ഗ്ലോ ഇല്ലേ, അതെനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ നല്ല ഇതിൽ മനസ്സിലാവുന്നുണ്ട്. നല്ല ഗ്ലോ ഉണ്ട് ഉണ്ടാവും. എനിക്ക് ക്യാമറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തന്നെ ആ ഒരു ഗ്ലോ
എനിക്കത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും നല്ല ഗ്ലോ ഉണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് എൻ്റെ കണ്ണ് നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ ഒരു പാണ്ടിനെ പോലെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൺസിലർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻസൈറ്റിന്റെ കൺസിലർ പാലറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. യെല്ലോ, ഗ്രീൻ, വയലറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഞാൻ അതിലിപ്പോൾ ആ ഒരു എൻ്റെ കണ്ണിൻ്റെ താഴെ മാത്രം ആ ഒരു ഷെയ്ഡ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളൂ. മേലെ യൂസ് ചെയ്യുന്നില്ല. കണ്ണിൻ്റെ താഴെ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത പരിപാടി വരുന്നത് നമുക്ക് പിള്ളേച്ചിനെ പോലെ ആവാന്നുള്ളതാണ്. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഐബ്രോ. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഓണം, വിഷു, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഐബ്രോ ഇങ്ങനെയാണ്. ഓക്കെ, ഐബ്രോ ഞാൻ മാഴ്സിൻ്റെ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ കണ്ണിലും തന്നെ ഇട്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ ഐബ്രോ എനിക്ക് ഈ ക്യാമറയിൽ നോക്കി വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി നോക്കിയിട്ട് വരച്ചിട്ട് വന്നത്. ഓക്കെ, ഇപ്പൊ പിള്ളേച്ചിനെ പോലെ ആയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് ഞാൻ കണ്ണിന്റെ മേലെയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഐലൈനർ ഇടാനുള്ള സമയമില്ല നമുക്കിപ്പോ, അതുകൊണ്ട് കണ്ണിന്റെ മേലെയും കൂടി അതുകൊണ്ടൊന്ന് വെച്ചിട്ട് പോവാണ്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിന്റെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക് ആണ്. ഇത് ആക്ച്വലി എല്ലാവരും ഒരു ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമാണ് ഗ്ലോസി ലിപ്സ്റ്റിക് സാധാരണ യൂസ് ചെയ്യാറ്. പക്ഷെ എനിക്ക് അങ്ങനെയില്ല. ഞാനിത് ഫസ്റ്റ് ഒരു ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യും, അതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മാർസിന്റെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. എന്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇതിപ്പോ ഞാൻ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചതിന് ശേഷം ആ ലിപ്സ്റ്റിക് വേറെ ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഇടാറ്. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇപ്പോൾ 1.5 month ആയിട്ടേ വാങ്ങിച്ചുള്ളൂ. പക്ഷെ ഇറ്റ്സ് സൂപ്പർ ഗൈസ്. ഈ ലിപ്സ്റ്റിക് ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ സ്കിൻ ടോണിനും ഈ ഒരു ലിപ്സ്റ്റിക് മാച്ച് ആണ്. അത്രയ്ക്കും സൂപ്പറാണ്. മാൾസിന്റെ ഒരു സിംപിൾ മനോട് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണ്, സൂപ്പറാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ലൈക്ക്, ഷെയർ, എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യണ്ടേക്കിന്. ഇപ്പൊ ഈ വീഡിയോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ എല്ലാം ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയും. ആ സ്പോട്ടിൽ ഞാൻ ആ പാന്റും ടോപ്പും ഒന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ചുരിദാറൊന്നും ഇട്ടേക്കുന്നത്, ഷോൾ ഇടുന്നില്ല. ജസ്റ്റ് ഒരു 2 പീസ് കുർത്ത സെറ്റ് പോലെയാണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഷോൾ ഇന്നിട്ട് പോകുന്നില്ല, നല്ല മഴയാണ്. സോ ജീൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ മുടിയൊന്നും പോണിറ്റെയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു മാലയും കൂടി പെയർ ചെയ്യുന്നുണ്ട്. ഒരു നൈസ് ഒരു ചെറിയൊരു സിൽവർ കളർ ചെയിനാണ്. പിന്നെ ഒരു ചെറിയൊരു ഇയറിംഗ്സും കൂടി പെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ താങ്ക് യു.